ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ച ബജറ്റ് വ്യക്തതയും ദിശാബോധവും ഇല്ലാത്തത്. വിവിധ പദ്ധതികൾ പ്രഖ്യാപനത്തിലുണ്ടെങ്കിലും എങ്ങനെ നടപ്പാക്കുമെന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. സാധാരണക്കാർക്ക് അപ്രാപ്യവും അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകാത്തതുമാണ് ബജറ്റെന്ന് ആക്ഷേപമുയരുന്നു. വലിയ പ്രതീക്ഷകളോടെ ജനങ്ങൾ കാത്തിരുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് വെറും പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങി. മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ വി.ഡി. സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ച 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് കൃത്യമായ വ്യക്തതയോ ദിശാബോധമോ ഇല്ലാത്തതാണെന്ന വിമർശനം ശക്തമാകുന്നു. നിരവധി പുതിയ പദ്ധതികൾ കടലാസിൽ നിരത്തിയിട്ടുണ്ടെങ്കിലും അവ പ്രായോഗികമാക്കാനുള്ള കൃത്യമായ റോഡ് മാപ്പോ വിഭവ സമാഹരണ മാർഗങ്ങളോ ബജറ്റിൽ ഒരിടത്തും ദൃശ്യമാകുന്നില്ല. ചുരുക്കത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളിലൂടെ കയ്യടി നേടാൻ ശ്രമിക്കുന്ന എന്നാൽ യാഥാർത്ഥ്യങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു ബജറ്റാണിത്. ബജറ്റിന്റെ ഏറ്റവും വലിയ പോരായ്മയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതിന്റെ നടപ്പാക്കലിലെ പ്രായോഗികതയില്ലായ്മയാണ്. കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ ആകർഷകമായ നിരവധി പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ നോളജ് വാലി, ഗ്ലോബൽ ജോബ് ടവർ, തുറമുഖ വികസനം തുടങ്ങിയ ആകർഷകമായ ഒട്ടനവധി വൻകിട പദ്ധതികളും ബജറ്റ് പ്രസംഗത്തിലുണ്ട്. എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഇത്തരം പദ്ധതികൾക്കായി ആവശ്യമായ തുക എവിടെ നിന്ന് കണ്ടെത്തുമെന്നതിനെക്കുറിച്ച് ബജറ്റ് നിശബ്ദത പാലിക്കുന്നു. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഇത്തരം വൻകിട പദ്ധതികൾ വെറും വാഗ്ദാനങ്ങളായി അവശേഷിക്കാനാണ് സാധ്യത. അടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്ക് അർഹമായ പ്രാധാന്യം നൽകാത്തത് സംസ്ഥാനത്തിന്റെ ദീർഘകാല വളർച്ചയെ ദോഷകരമായി ബാധിക്കും. വികസന മുരടിപ്പിലേക്ക് വഴിമാറുന്ന ഒരു സമീപനമാണ് ബജറ്റിൽ നിഴലിക്കുന്നത്. സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റ് ഏറെ നിരാശാജനകമാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുന്നതിനോ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള ശക്തമായ ഇടപെടലുകൾ ബജറ്റിലില്ല. പരമ്പരാഗത മേഖലകളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള തുക വകയിരുത്തൽ നാമമാത്രമാണ്. ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അവയുടെ വിതരണത്തിനുള്ള സാമ്പത്തിക സ്രോതസ് വ്യക്തമാക്കാത്തത് സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമായി മാത്രമേ കാണാൻ കഴിയൂ. സമ്പന്ന സൗഹൃദപരമായ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ ബജറ്റിൽ കുറവാണ്. ജീവനക്കാരുടെയും അധ്യാപകരുടെയും ദീർഘകാലമായുള്ള ആവശ്യമായ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കൽ അല്ലെങ്കിൽ പരിഷ്കരണത്തെക്കുറിച്ച് ബജറ്റിൽ പരാമർശമുണ്ടെങ്കിലും അത് തികച്ചും അവ്യക്തമാണ്. പങ്കാളിത്ത പെൻഷൻ പരിഷ്കരിക്കുമെന്ന ഒറ്റവരി പ്രഖ്യാപനത്തിനപ്പുറം അതിനായി എന്ത് നടപടികളാണ് സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ബജറ്റ് പൂർണ്ണ നിശബ്ദത പാലിക്കുന്നു. ഇത് ഈ മേഖലയിലെ ജീവനക്കാരെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. വ്യക്തമായ ഒരു സമയപരിധിയോ പരിഷ്കരണത്തിന്റെ കൃത്യമായ രൂപരേഖയോ നൽകാത്തത് വഴി ജീവനക്കാരുടെ ആശങ്കകൾ വർദ്ധിപ്പിക്കാനേ ഈ ബജറ്റ് ഉപകരിച്ചിട്ടുള്ളൂ. ചുരുക്കത്തിൽ സർക്കാർ ജീവനക്കാർക്ക് പുതുതായി ഒരു വിസ്മയവുമില്ല. കേരളത്തിന്റെ തനതായ വികസന മാതൃകകളെ അട്ടിമറിച്ചുകൊണ്ട് ആസൂത്രണ ബോർഡിന്റെ ഘടനയെ തന്നെ ബലഹീനമാക്കുന്ന നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടെന്ന വിമർശനം ഇതിനകം ഉയർന്നു കഴിഞ്ഞു. കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ നയങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും തുറമുഖങ്ങളെയും സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കങ്ങൾക്കാണ് ബജറ്റ് മുൻഗണന നൽകുന്നത്. വികസനത്തിന്റെ പേരിൽ കോർപ്പറേറ്റുകൾക്ക് വഴി തുറന്നു കൊടുക്കുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പരമാധികാരത്തെ അപകടത്തിലാക്കും. പ്രസംഗത്തിലെ വാചക കസർത്തുകൾക്കപ്പുറം കേരളത്തിന്റെ യഥാർത്ഥ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ധനമന്ത്രി വി.ഡി. സതീശന്റെ ഈ ആദ്യ ബജറ്റിന് കഴിഞ്ഞിട്ടില്ല. ദിശാബോധമില്ലാത്ത നയങ്ങളും വിഭവ സമാഹരണത്തിലെ പരാജയവും സാധാരണക്കാരോടുള്ള അവഗണനയും ഈ ബജറ്റിനെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ ധനകാര്യ രേഖകളിലൊന്നാക്കി മാറ്റുന്നു.